കഥ തുടരുന്നു. അമ്മേ! തുറന്നു വച്ച മെയിൻ ഡോറിൽ നിന്ന് അപ്പു ഉറക്കെ കരഞ്ഞു. പിന്നെ ഉമയുടെ അരികിൽ പാഞ്ഞെത്തി. അമ്മേ! അവൻ ആ ചുമലിൽ കുലുക്കി വിളിച്ചു. അമ്മേ! ഞാൻ എങ്ങോട്ടും പോവില്ല അമ്മേ! അമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല, സത്യം. ഒന്ന് കണ്ണു തുറക്കമ്മേ! അവൾ കണ്ണു തുറന്നില്ല, അനങ്ങിയില്ല. അപ്പോഴേക്കും അപ്പുവിൻ്റെ കരച്ചിൽ കേട്ട് ഹൗസ് മെയ്ഡ് മീനു ഓടി വന്നു. മുഖം നിറയെ ചോരയുമായി അനക്കമറ്റ് കിടക്കുന്ന ഉമയെ കണ്ട് അവൾ നെഞ്ചിൽ കൈ ചേർത്ത് നിലവിളിച്ചു. അയ്യോ, ഇതെന്തു പറ്റിയതാ? ഡോക്ടറെ, ഉമ ഡോക്ടറെ! മീനു ആ ദേഹത്ത് കൈവച്ച് കുലുക്കി നോക്കി. പിന്നെ അപ്പുവിനോട് ചോദിച്ചു, എന്താ മോനെ അമ്മയ്ക്ക് പറ്റിയേ? സ്റ്റെയർ കേസിൽ നിന്ന് വീണതാണോ? അതെ. കരച്ചിലിനിടയിൽ അത്രയും പറയാനേ അവന് കഴിഞ്ഞുള്ളൂ. മുഖം നിറയെ ചോരയാണല്ലോ മോനെ. വിളിച്ചിട്ട് അനക്കവുമില്ല. ബോധമില്ലാണ്ടായതാണോ? ഞാൻ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കാം. അവൾ അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിലെ ഡയറിയിൽ ഉമയുടെ 3 നമ്പറുകൾക്കൊപ്പം ഡോക്ടർ റബേക്കയുടേതടക്കം 3 സുഹൃത്ത് ഡോക്ടർമാരുടെയും മൊബൈൽ നമ്പറുകൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഉമയെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നാൽ വിവരമറിയിക്കുന്നതിനാണ് മറ്റുള്ളവരുടെ നമ്പറുകൾ നൽകിയിരിക്കുന്നത്. അതിൽ മീനുവിന് പരിചയവുമുള്ള കണ്ട് അടുപ്പമുള്ള വ്യക്തി ഡോക്ടർ റബേക്കയാണ്. അതുകൊണ്ട് അവൾ ആ നമ്പറാണ് സ്വന്തം മൊബൈലിലെടുത്ത് ഡയൽ ചെയ്തത്. 4-5 റിങ്ങുകൾക്ക് ശേഷം റബേക്ക കോൾ എടുത്തു. യെസ്, ഡോക്ടർ റബേക്ക. ഡോക്ടർ, ഞാൻ ഡോക്ടർ ഉമയുടെ വീട്ടിലെ ഹൗസ് മെയ്ഡ് മീനു ആണ്. ഓ മീനു, ഉമ വീട്ടിലില്ലേ മീനു? വീട്ടിലുണ്ട് ഡോക്ടർ. ഞാൻ അടുക്കളയിലായിരുന്നപ്പം അപ്പുമൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്നതാ. ഡോക്ടർ ഉമ സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണു. മുഖം നിറയെ ചോരയൊക്കെ ആയി അനക്കമില്ലാതെ കിടക്കുന്നു. ഡോക്ടർ ഒന്ന് വേഗം വരണം. ഞാനും മീ കൊച്ചു മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്കാകെ പേടി തോന്നുക. അവൾ പറഞ്ഞു തീരും മുമ്പേ റബേക്ക കോൾ മുറിച്ചു. ഫോൺ വെച്ചിട്ട് മീനു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് അടുത്ത പരീക്ഷണമായി ഉമയുടെ മുഖത്ത് തെളിച്ചു. അതിന് ഫലമുണ്ടായി. അവൾ കണ്ണുകൾ തുറന്നു, ചുറ്റും കണ്ണോടിച്ചു. പിന്നെ പിടഞ്ഞെഴുന്നേറ്റു. എണീക്കണ്ട, മീനു പറഞ്ഞു. മുഖം നിറയെ ചോരയാ. ഞാൻ റബേക്ക ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും. എന്തിനാ മീനു വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കണത്? ബുദ്ധിമുട്ടിക്കുകയാണോ? ഈ നേരം വരെ ശ്വാസവും ബോധമില്ലാതെ കിടക്കുമായിരുന്നു. എൻ്റെ നല്ല ജീവനെടുത്തു. പിന്നെ അപ്പുവിൻ്റെ നേർക്ക് കഴിച്ചുകൂട്ടി. കണ്ടോ, ജീവച്ഛവം പോലെ നിൽക്കുമായിരുന്നു അപ്പുമോൻ. റബേക്ക ഡോക്ടറെ കൊണ്ട് വരുമ്പം നന്നായി ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും വല്ല കേടും പറ്റിയിട്ടുണ്ടോ എന്നറിയണം. ഒരു കേടും പറ്റിയിട്ടില്ല, ഉമ്മ പറഞ്ഞു. ശക്തിയിൽ തലയ്ക്ക് അടിയേറ്റാൽ ആർക്കും ബോധക്ഷയം ഉണ്ടാവുമേനു. നീ റബേക്കയെ വിളിച്ച് വരണ്ടെന്ന് പറയും. ഞാൻ സംസാരിച്ച് തീരും മുമ്പേ ഡോക്ടർ ഫോൺ കട്ട് ചെയ്തതാ. ഇപ്പോൾ അവിടെ നിന്ന് പോന്ന് കാണും. ഇനി തടസ്സമൊന്നും പറയണ്ട, വന്നൊന്ന് പരിശോധിക്കട്ടെ. അതിന് എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോരെ. അവൾ എഴുന്നേറ്റ് ഹാളിലെ വാഷ് ബേസിൻ്റെ നേർക്ക് നടന്നു. സൂക്ഷിച്ച് മീനു പുറകെ ചെന്നു. ഉമ അവളെ താക്കീതിൽ നോക്കി. അതോടെ മീനു ശബ്ദം താഴ്ത്തി അപ്പുവിനോട് പറഞ്ഞു, ഒന്ന് കയ്യെ പിടിച്ചോ മോനെ, എങ്ങാനും വീണാലോ. അപ്പു മെല്ലെ ഒന്ന് ഇളകി. എന്നിട്ട് അമ്മയെ നോക്കി. വാഷ് ബേസിൻ്റെ അരികിലെത്തിയ ഉമ ടാപ്പ് തുറന്ന മുഖം നന്നായി കഴുകി. ടവലെടുത്ത് തുടച്ചപ്പോഴാണ് നെറ്റിയിൽ ഒരു മുറിപ്പാട് കാണാനായത്. അത്ര ഡീപ്പല്ല, എങ്കിലും ചോര പനിച്ചു വരുന്നുണ്ട്. അവൾ തിരിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ നേർക്ക് നടന്നു. അപ്പോഴാണ് അപ്പുവിനെ കുറിച്ച് ഓർത്തത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ സ്തബ്ധനായി നിൽക്കുകയാണ്. ഉമയ്ക്ക് വല്ലാത്ത അലിവ് തോന്നി. 13 വയസ്സായെങ്കിലും കുട്ടിയാണ് അവൻ. സ്നേഹിക്കാനും സ്നേഹം നൽകാനും അപ്പുവിന് അമ്മ മാത്രമേ ഉള്ളൂ. മോൻ പോയിരുന്നു പഠിച്ചോളൂ, അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. സപ്രമാകുമ്പോൾ അമ്മ തന്നെ വന്ന് വിളിക്കാം. അവൻ്റെ കണ്ണുകൾ ഈർന്നായി. വിതുമ്പുവാൻ തുടങ്ങിയ ചുണ്ടുകൾ അപ്പു കടിച്ചു പിടിച്ചു. അവൾ നടന്നു മകൻ്റെ അരികിലെത്തി. ആ നെറ്റിയിൽ ചുണ്ടമർത്തി. എന്നിട്ട് ആദ്യമായി അടിച്ച ആ ചുമലിൽ തഴുകി. സാരമില്ല, തെറ്റ് മുഴുവൻ അമ്മയുടേതാ. മോനൊന്നും ചെയ്തിട്ടില്ല. മുമ്പേ അമ്മയ്ക്ക് അങ്ങനെയൊരു സ്വഭാവ ദൂഷ്യമുണ്ട്. സ്വന്തം തെറ്റുകൾ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നവളാ ഈ അമ്മ. നിൻ്റെ അച്ഛനും നിന്നെപ്പോലെ തന്നെ നിരപരാധിയാ. അന്യരുടെ വാക്ക് വിശ്വസിച്ച് അച്ഛനെ ഇവിടുന്ന് പറഞ്ഞയച്ച തെറ്റ് അമ്മയുടേതാ. അത് കഴിഞ്ഞും ആശുപത്രിയിൽ അദ്ദേഹം അമ്മുവിനെ കൊണ്ട് കാണാൻ വന്നതാ. അന്നും ഞാൻ തോറ്റുകൊടുത്തില്ല. അന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം എനിക്ക് വ്യക്തമായിരുന്നു. അപ്പോൾ സ്വന്തം തെറ്റിന് സ്വയം ശിക്ഷിക്കാനാണ് ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഒടുവിൽ എപ്പോഴൊക്കെയോ തിരിച്ചു ചെന്നു കാല് പിടിക്കണമെന്ന് തോന്നി. അപ്പോഴേക്കും സിൻഡ്രല്ല ആ ജീവിതത്തിൽ ചേക്കേറി കഴിഞ്ഞു. ഇടർച്ചയില്ലാതെയാണ് അമ്മ സംസാരിച്ചിരുന്നെങ്കിലും ആ കണ്ണുകൾ തുളുമ്പിയിരിക്കുന്നത് കണ്ട് അപ്പുവിന് സഹിച്ചില്ല. അമ്മ കരഞ്ഞു കണ്ടിട്ടുള്ളത് അപൂർവമാണ്. വഴക്കടിച്ച് ജയിക്കണമെന്നാണ് ആ ശീലം. ഗർഭമാണ് മുഖമുദ്ര. പക്ഷേ ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവന് ശബ്ദം കിട്ടിയില്ല. ഇനിയെങ്കിലും ബാലുവിന് ഒരു നല്ല ജീവിതമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ അകന്നു മാറിയത്. എന്നിട്ട് ഞാനറിയാതെ അനിയത്തിയെ ഉപയോഗിച്ച് നീ സിൻഡ്രല്ലയെ അവിടുന്ന് പറഞ്ഞയച്ചു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ക്ഷമിക്കാനായില്ല. അപ്പൂ, സ്വന്തം തെറ്റുകൾ തിരുത്താനാണ് കുട്ടികൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ അന്യരുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്താനല്ല. നല്ലത് പറഞ്ഞു കൊടുക്കാനല്ലാതെ. മോനിനി അമ്മൂനെ കാണണ്ട കേട്ടോ. ഞാൻ ഇനി അമ്മൂനെ കാണുന്നില്ല അമ്മേ. സങ്കടം സഹിക്കാനാവാതെ അപ്പു ഏങ്ങി കരഞ്ഞു. അമ്മൂനെ കാണേണ്ടെന്നല്ല അമ്മ പറഞ്ഞത്. എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായും കാണണം. പക്ഷേ അവളെ അച്ഛനിൽ നിന്ന് അകറ്റാൻ നോക്കരുത്. അമ്മയ്ക്ക് മോനെന്നതുപോലെ അച്ഛനിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. സിൻഡ്രല്ലയെ അവിടുന്ന് പറഞ്ഞയച്ചത് കൊണ്ടല്ല
അമ്മൂട്ടിക്ക് ഹോസ്റ്റലിൽ പോയി താമസിക്കേണ്ടി വന്നത്. അമ്മൂനെ ഇനി കാണുമ്പം സിൻഡ്രല്ല ആൻറ്റിയെ തിരിച്ചു വിളിക്കണമെന്ന് നീ പറയണം. ഞാൻ ഇനി അമ്മൂനെ കാണുന്നില്ല അമ്മേ, സത്യമായും കാണുന്നില്ല. കണ്ടാൽ ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ഇനി അമ്മൂനെ കാണണ്ട. അപ്പോ ശാസനയിലും അവൻ്റെ വായി പൊത്തി. അങ്ങനെയൊന്നും പറയരുത് നീ. വളർന്നു വലുതാകുമ്പോൾ ഇന്നത്തേതിൽ സ്നേഹമായി നിങ്ങൾ കഴിയണമെന്ന അമ്മയുടെ ആഗ്രഹം. അന്ന് അമ്മയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും അച്ഛൻ്റെ ഒപ്പം ജീവിക്കണം. അപ്പുവിനെ തനിയെ വിട്ട് അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. അല്പം മാറി എല്ലാം കണ്ടും കേട്ടു നിന്നിരുന്ന മീനു അപ്പുവിൻ്റെ അരികിലെത്തി. അപ്പോൾ അമ്മയും മോനും തമ്മിൽ വഴക്കിട്ടുമല്ലേ? അങ്ങനെയല്ലേ അമ്മ സ്റ്റെയർ കേസിൽ നിന്ന് വീണത്? കഷ്ടമുണ്ട് അപ്പു മോനെ. മോൻ്റെ അമ്മ ഒരു പാവമല്ലേ? അമ്മ പാവമാ, പക്ഷേ അച്ഛൻ. അങ്ങനെ പറയണ്ട. അമ്മയേക്കാൾ പാവമാ അച്ഛൻ. ബാലു ഡോക്ടർ ഉള്ളപ്പോഴോ ഞാനിവിടെ ജോലി ചെയ്തിരുന്നതാണല്ലോ. ഒരു വേലക്കാരിയായല്ല, പെങ്ങളും പെണ്ണായ എന്നെ കണ്ടിരുന്നത്. അന്ന് എനിക്ക് ഉമ ഡോക്ടറോടായിരുന്നു ദേഷ്യം. പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമ്പം ഭൂമിയോളം താഴ്ന്നു കൊടുക്കുമായിരുന്നു അന്ന് മോൻ്റെ അച്ഛൻ. അദ്ദേഹം ഇവിടുന്ന് പോയ ശേഷമാണ് ഉമ ഡോക്ടറും ഒരു പച്ചപാവമാണെന്ന് എനിക്ക് മനസ്സിലായത്. തലക്കോനോ പത്രോസൊക്കെ പുറമേ ഉള്ളൂ. നിസ്സാര കാര്യം മതി കരയാൻ. പക്ഷേ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല. സ്നേഹം കാണിക്കാൻ അറിയുകയുമില്ല. ബാലു ഡോക്ടറെ ആ പാവം എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കണ്ട മീനു മനസ്സിലാക്കിയത്. വാതിലടച്ചിട്ട് കരയുന്നതും എത്രയോ വട്ടം ഞാൻ കണ്ടിരിക്കണു. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും ആ സംസാരം അപ്പുവിനെ സ്പർശിക്കുന്നത് ആ മുഖത്ത് നിന്ന് അവൾക്ക് വ്യക്തമായി. തേനൊലിക്കുന്ന വർത്തമാനം പറയാൻ മോൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അപ്പം കടുപ്പക്കാരിയായല്ലേ മറ്റുള്ളവർക്ക് തോന്നൂ. കണ്ടപാടെ തേനൊലിപ്പിക്കുന്നവർ പക്ഷേ കുറേ കഴിയുമ്പോൾ വിഷം ഒലിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴേ തനിനിറം മനസ്സിലാവും. അപ്പോൾ പുറത്ത് ഒരു കാർ വന്നു നിന്ന ശബ്ദം കേട്ടു. മീനു ഉടൻ ചുണ്ടിൽ വിരൽ ചേർത്തു. ഈശ്വരാ, റബേക്ക ഡോക്ടറായിരിക്കും. വിളിച്ചു പേടിപ്പിച്ചതിന് ഇനി എന്നോട് വഴക്കുണ്ടാക്കുമോ എന്തോ. മെയിൻ ഡോറിൻ്റെ നേർക്ക് അവൾ നടന്നു. മീനു വാതിൽ തുറക്കും മുമ്പ് തന്നെ കോളിംഗ് ബെൽ മുഴങ്ങി. വാതിൽ തുറന്നപ്പോൾ മുന്നിലുണ്ടായിരുന്നത് റബേക്കയുടെ ഭർത്താവായ സൈമൺ ആയിരുന്നു. നിഴലായി പിന്നിൽ ഭാര്യയും ഉണ്ടായിരുന്നു. രണ്ടുപേരും തിടക്കത്തിൽ വാതിൽ കടന്ന് അകത്ത് പ്രവേശിച്ചു. ചുറ്റും കണ്ണോടിച്ച ശേഷം റബേക്ക മീനുവിനോട് അന്വേഷിച്ചു. എവിടെയുമാ? ഡോക്ടറെ ഫോൺ ചെയ്ത് വിവരമറിയിച്ച ശേഷം ഞാനിത്തിരി വെള്ളം ആ മുഖത്ത് കുടഞ്ഞു. അപ്പോഴത്തേനും കണ്ണു തുറന്ന് എഴുന്നേറ്റു. മുഖത്തെ ചോരയ്ക്ക് തന്നെത്താൻ വാഷ് ബേസിനിൽ ചെന്ന് കഴുകി തുറച്ചിട്ട് മുകളിലേക്ക് പോയി. റബേക്കയും സൈമണും പരസ്പരം നോക്കി. തുടർന്ന് റബേക്ക മീനോട് തിരക്കി. ഉമ്മ മുകളിൽ തന്നെയുണ്ടോ? ഉണ്ട്. അതോടെ റബേക്ക ഭർത്താവിനോട് പറഞ്ഞു. ഇച്ചായനിരിക്കെ, ഞാൻ ചെന്ന് മുകളിൽ നോക്കട്ടെ. അവൾ സ്റ്റെയർ കേസുകൾ കയറാൻ തുടങ്ങിയതും സൈമൺ അപ്പുവിനെ കൈയാട്ടി വിളിച്ചു. മോനെന്താ, പേടിച്ചു പോയോ? പതറി നിന്നതല്ലാതെ അവൻ മറുപടി പറഞ്ഞില്ല. സൈമൺ ആ അരികിലെത്തി ചുമലിൽ കൈയിട്ടു. പേടിക്കണ്ട കേട്ടോ. റബേക്ക ആൻറ്റി നോക്കിക്കോളും മോൻ്റെ അമ്മയെ. അമ്മയേക്കാൾ സീനിയർ ആൻറ്റി. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആൻറ്റി പരിഹരിച്ചോളൂ. അപ്പുവിനെയും കൂട്ടി അയാൾ സെറ്റിയിൽ വന്നിരുന്നു. ഉമ അപ്പോഴേക്കും നടന്നതെല്ലാം റബേക്കയെ അറിയിച്ചു. എൻ്റെ അപ്പു ഇങ്ങനെയൊക്കെ ചെയ്തുവെന്ന് എനിക്ക് വിശ്വസിക്കാനാവണില്ല റബേക്കോ. അച്ഛനും ജീവനായിരുന്നു അവന്. ഞങ്ങൾ പിരിയാൻ നേരം അപ്പുവിനും അച്ഛൻ്റെ ഒപ്പം പോകാനായിരുന്നു ആഗ്രഹം. എന്നിട്ട് അവൻ അമ്മുവിനെ ഉപയോഗിച്ച് സിൻഡ്രല്ലയെ അവിടുന്ന് പറഞ്ഞയച്ചു എന്ന് കേട്ടപ്പോൾ വിശ്വസിക്കണോ ഉമ്മ അത്? റബേക്ക പറഞ്ഞു. അവനെക്കൊണ്ട് ചെയ്യിച്ചത് നീയാണ്. ഞാനോ? ഉമ്മ നെഞ്ചിൽ കൈ ചേർത്തു. ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നീ ആഗ്രഹിച്ചിട്ടില്ല. എങ്കിലും ബാലു അടക്കം നിന്നെ അകന്നു നിന്ന് വീക്ഷിക്കുന്ന എല്ലാവരും അങ്ങനെയേ വിശ്വസിക്കൂ. ഇൻഡയറക്റ്റായി പറഞ്ഞാൽ നീ തന്നെയാണ് അത് ചെയ്യിച്ചതും. മനസ്സിലായില്ല? ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ബാലുവിനെ തെറ്റിദ്ധരിച്ച നീ തന്നെയാണ് തെറ്റ് ചെയ്തത്. ഉമ്മയുടെ മുഖം താണു. നമ്മുടെ കൂടെയുള്ളവരെ നാം മനസ്സിലാക്കണം. സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോണത് ഒരു മഹാപാപമാണോ ഉമ്മ? ഒടുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴേക്കും മാപ്പ് പറയാനോ കാല് പിടിക്കാനോ ഒന്നും നിനക്ക് കഴിഞ്ഞില്ല. അതൊന്നും ബാലു ആഗ്രഹിച്ചും കാണില്ല. പക്ഷേ സ്നേഹത്തോടെ തിരിച്ചു വരൂ എന്ന് ക്ഷണിക്കായിരുന്നു നിനക്ക്. നിൻ്റെ മക്കൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും തണലും വേണമായിരുന്നു. അത് അവർക്ക് നിഷിദ്ധമാക്കാൻ കാരണക്കാരി നീ ഒരാളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് കഴിയാൻ അപ്പു ഇതൊക്കെ ചെയ്തത്. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുള്ള കുട്ടിയാണ് അപ്പു എന്ന് നീ തന്നെ പറയാറുണ്ടല്ലോ. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിന്നെ കുറ്റപ്പെടുത്തുമല്ല ഞാൻ. റബേക്ക ആ ചുമലിൽ തട്ടി. ഇപ്പോൾ അനുകൂലമായ സമയമാണ്. സിൻഡ്രല്ല ബാലുവിൻ്റെ ഒപ്പമില്ല. ബാലുവിനെ നിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ അപ്പുവിനെയും കൊണ്ട് നിനക്ക് ബാലുവിൻ്റെ താമസ സ്ഥലത്തേക്ക് പോയിക്കൂടെ? അപ്പുവിനും അമ്മുവിനും വേണ്ടി ഞാനതിന് തയ്യാറാണ്. പക്ഷേ സിൻഡ്രല്ല തിരിച്ചു വന്നാലോ? ബാലുവിനെ കൈവടിഞ്ഞ എന്നേക്കാൾ അദ്ദേഹത്തിന് സാന്ത്വനമായ സിൻഡ്രല്ലയ്ക്ക് ആ സ്നേഹത്തിന് അർഹത. ശരിയായിരിക്കാം. പക്ഷേ സിൻഡ്രല്ല തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നെ അനുസരിക്കുമോ? ഷുവർ. എങ്കിൽ സിൻഡ്രല്ലയ്ക്ക് വേണ്ടി നീ ഒരു 6 മാസം കാത്തോളൂ. അപ്പോഴേക്കും അമ്മുവിന് 9 വയസ്സാകും. ആ പെൺകുട്ടിക്ക് അമ്മയുടെ ആവശ്യമുള്ള പ്രായമാണ് വരാൻ പോണത്. താഴെ എത്തി റബേക്ക അപ്പുവിനോട് പറഞ്ഞു. സിൻഡ്രല്ലാൻ്റെയും മോനെ ശത്രുവായി കാണരുത്. നിൻ്റെ അച്ഛനെ അമ്മയിൽ നിന്ന് അകറ്റിയത് നിൻ്റെയും അമ്മ തന്നെയാണ്. സിൻഡ്രല്ല നിൻ്റെ അച്ഛനെ അനിയത്തിയും തണലായവളാണ്. ആര് നന്മ ചെയ്താലും നമ്മളതിനെ അംഗീകരിക്കണം. അവൻ ദയനീയമായി റബേക്ക ആൻറ്റിയെ നോക്കി.
സിൻഡ്രല്ല തിരിച്ചു വന്നാൽ നീ ഇനി നിൻ്റെ അമ്മയ്ക്കൊപ്പം അവളെ കാണണം. ഒരു പക്ഷേ അവൾ വന്നില്ലെങ്കിൽ നോക്ക്, ആൻറ്റി വാക്ക് തരുക, നിന്നെ കൊണ്ട് നിൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അമ്മവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത് സാധിക്കണമെങ്കിൽ മോനി എന്നും നല്ല കുട്ടിയായിരിക്കണം. എളുപ്പവഴിയിലൂടെയുള്ള നേട്ടങ്ങൾ ശാശ്വതമല്ല. ആൻറ്റി പറഞ്ഞു തരുന്നത് നേർവഴിയാ. അനുസരിക്കോ മോൻ? നിറഞ്ഞ കണ്ണുകളോടെ അപ്പു തലകുലുക്കി. അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചിട്ട് റബേക്ക സൈമണിനൊപ്പം മടങ്ങി. യാത്രയിൽ കാറിൽ വെച്ച് സൈമൺ ഭാര്യയോട് ചോദിച്ചു, കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുമായിരുന്നില്ലേ റബേക്ക നമ്മൾ? മക്കൾ ഉള്ളവർക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നില്ല. മക്കളില്ലാഞ്ഞിട്ടാണ് ചായ നമ്മൾ അതിനെ വിലമതിക്കുന്നത്. കുടം നിറയെ വെള്ളമുള്ളപ്പോൾ ആർക്കെങ്കിലും ദാഹിക്കുമോ? റബേക്ക ചിരിച്ചു. ബാലുവിനെ വിളിച്ച് ഇതൊക്കെയൊന്ന് പറഞ്ഞാലോ? വേണ്ടി ചായ. ഇതറിഞ്ഞാലുടൻ ആ പാവം വീണ്ടും കാല് പിടിക്കാൻ ഓടി വരും. ഇനി കാല് പിടിക്കേണ്ടത് ഉമയ, അവളുടെ ഊഴമ അത്. സിൻഡ്രല്ല വീണ്ടും ബാലുവിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാതിരുന്നാൽ മതിയായിരുന്നു. ഉമയേക്കാൾ സ്നേഹമുള്ള സിൻഡ്രല്ല, ആ പേര് പോലെ തന്നെ. എന്നാലും ഉമയുടെ മക്കൾക്ക് അവൾ പറ്റമ്മയാവില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞു. സിൻഡ്രല്ലയെക്കുറിച്ച് എല്ലാവരും ബാലുവിനോടാണ് ചോദിച്ചത്. സ്റ്റേറ്റ്സിന് ഉപരിപഠനത്തിന് പോകുന്നുവെന്ന് അയാൾ മറുപടി നൽകി. പക്ഷേ സിൻഡ്രല്ല പറഞ്ഞത് കളവായിരുന്നെന്ന് വളരെ വേഗം ബാലുവിനും ബോധ്യമായി. അമ്മുവിനെ കുറ്റക്കാരിയാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെയൊരു കള്ളം പറഞ്ഞതെന്നും. അതോടെയാണ് അയാൾ വിശദമായി അന്വേഷിക്കാൻ ആരംഭിച്ചത്. സിൻഡ്രല്ല എവിടേക്ക് മാഞ്ഞുപോയി എന്ന് അറിയാനേ കഴിഞ്ഞില്ല. അവളോട് അടുപ്പവും പരിചയമുള്ള ആർക്കും ആ തിരോധാനത്തെക്കുറിച്ച് ഒരു ഊഹവുമില്ല. അനാഥ ആയതിനാൽ തിരക്കാൻ ബന്ധുക്കളുമില്ല. 18 വയസ്സ് മുതൽ അവൾ പാർത്ത ഓർഫനേജിൽ മദറിന് കൈമലർത്താനേ കഴിഞ്ഞുള്ളൂ. അതിനിടയിലാണ് ബാലുവിനെ തേടി ആ വാർത്ത വന്നത്. നഗരാർത്തിയിലെ ഒരു ചതുപ്പിൽ നിന്ന് ഒരു യുവതിയുടെ 1 മാസം പഴക്കമുള്ള മൃതദേഹം കിട്ടിയിരിക്കുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജീർണിച്ച ആ ശരീരം സിൻഡ്രല്ലയുടേതാണോ എന്ന സംശയം ഉന്നയിച്ചത് കന്നയിലെ തന്നെ ഡോക്ടേഴ്സാണ്. മൃതദേഹം തിരിച്ചറിയാനായി ഹോസ്പിറ്റൽ ഉടമ നിയോഗിച്ചത് ബാലുവിനെയും. ഇല്ല, തലയിൽ കൈത്താങ്ങി അയാൾ തളർന്നിരുന്നു. സിൻഡ്രല്ല എൻ്റെ ആത്മസുഹൃത്താണ്, എനിക്ക് മറക്കാനാവാത്ത വ്യക്തി. അവർക്കിങ്ങനെയൊരു നിയോഗമുണ്ടായെങ്കിൽ എനിക്ക് സഹിക്കാനാവില്ല സാർ. തിരിച്ചറിയലിനായി മൃതദേഹം കാണാൻ എത്തിയത് സിൻഡ്രല്ല മുമ്പ് താമസിച്ചിരുന്ന വനിതാ സദനത്തിലെ മേട്രൺ സുഭദ്രാമയായിരുന്നു. മധ്യവയസ്കയും അവിവാഹിതയും ആസ്മ രോഗിയുമായ അവർ സദനത്തിലെ പഴയ കുക്കായ മേരിയെയും കൂടെ കൂട്ടിയിരുന്നു. മേരിക്കും സിൻഡ്രല്ലയെ അറിയാം. എന്നാൽ അഴുകി വികൃതമായ ആ മുഖമോ തീർത്തും ജീർണിച്ച ശരീരമോ സിൻഡ്രല്ലയുടേതാണെന്ന് ഉറപ്പിക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല. ദുർഗന്ധം താങ്ങാനാവാതെ ടവലുകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ച് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അയ്യോ, ഇത് സിൻഡ്രല്ലയാണെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. മരിച്ച് 1 മാസം കഴിഞ്ഞ ശരീരമല്ലേ. ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് അവർ MO ആയ ഡോക്ടർ വിനോദനും സ്ഥലത്തെത്തിയിരുന്നു. ശരീരം മൊത്തം അഴുകിപ്പോയതുകൊണ്ട് ഒന്നും പറയാനാവില്ല. ഇത് സിൻഡ്രല്ല അല്ലെന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്നുവെച്ച് അത് സത്യമാവണമെന്നില്ല. ജീർണിച്ച ആ ദേഹത്തോ സമീപത്തോ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും കാണാനില്ലായിരുന്നു. പൂർണ്ണനഗ്നമായിരുന്നു ദേഹം. ആഭരണങ്ങളോ ചെരുപ്പോ ഇല്ല. ഒഴിഞ്ഞ കാതും കഴുത്തും. തിരിച്ചറിയലിനുള്ള യാതൊരു ഉപാധികളും ഇല്ലാതായത് പോലീസിനെ കുഴക്കി. സിൻഡ്രല്ലയുടെ കാതിൽ 2 പൊട്ട് കമ്മലുകളുണ്ടായിരുന്നു. ഡോക്ടർ ബാലഗോപാൽ വിശദീകരിച്ചു. ഇടത് കൈത്തണ്ടയിൽ ഒരു പിച്ചള വളയും, വലത് കൈത്തണ്ടയിൽ ടൈറ്റൻ്റെ ഒരു ലേഡീസ് വാച്ച്. കൊല ചെയ്യപ്പെടാനും വിവസ്ത്രയാക്കാനും പോകുന്ന സാഹചര്യങ്ങളിലൊന്നും ആ വ്യക്തി ചെന്ന് ചാടില്ല. ആത്മഹത്യ ചെയ്തു കൂടായികയില്ല. പക്ഷേ സ്വയം നഗ്നയാവാൻ അവർ ഒരിക്കലും തുനിയില്ല. 100% മാനിയായൊരു സ്ത്രീയാണ് സിൻഡ്രല്ല. ബാലുവിൻ്റെ വാടക വീട്ടിൽ നിന്ന് താമസം മാറ്റിയ അന്ന് തന്നെ അവൾ സ്വന്തം കാർ ഒരു യൂസ്ഡ് കാർ വിപണിയിൽ വിറ്റിരുന്നു. 2 ദിവസം മുമ്പേ ഒരു ബ്രോക്കറുടെ സഹായം തേടിയിരുന്നു. ബാഗും മറ്റു സാധനങ്ങളും എവിടെ നഷ്ടപ്പെട്ടെന്ന് ആർക്കും അറിയില്ല. ആ ശരീരം സിൻഡ്രല്ലയുടേതാണെന്ന് ഉറപ്പിക്കാൻ പോകുന്ന ഏക പരീക്ഷണം DNA ആണ്. അതിന് സഹായകമാകുന്ന വിധം അവൾക്ക് ഉറ്റവരുമില്ല. തീർത്തും അനാഥയായ സിൻഡ്രല്ല ഘടനയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ സ്വന്തം സർട്ടിഫിക്കറ്റുകളും തൊഴിൽ രേഖകളും മൊത്തം തിരികെ കൈപ്പറ്റിയിരുന്നു. അവളുടെ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പോലും ഹോസ്പിറ്റലിൽ തർക്കമുണ്ട്. ചതുപ്പിൽ കാണപ്പെട്ട മൃതശരീരം സിൻഡ്രല്ലയുടേതാണെന്നതിന് വ്യക്തമായ ഒരു തെളിവ് ലഭിച്ചില്ലെങ്കിലും പത്രവാർത്തകളിലെല്ലാം ഡോക്ടർ ബാലഗോപാലിൻ്റെ പേര് വലിച്ചിഴക്കപ്പെട്ടിരുന്നു. ഹോസ്പിറ്റലിലും ആ പേര് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. ടൗൺ പോലീസ് വീട്ടിലെത്തി ബാലുവിനെ ചോദ്യം ചെയ്ത ഒപ്പം സ്കൂൾ ഹോസ്പിറ്റലിലെത്തി അമ്മുവിനെയും കണ്ടു. മരിച്ചുപോയ ഡോക്ടർ സിൻഡ്രല്ല എന്ത് കാരണത്തിൻ്റെ പേരിലാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസം മാറ്റിയത്? കുട്ടി ഭയന്ന് കരഞ്ഞതേയുള്ളൂ. ഹോസ്റ്റൽ മേട്ടറിനെ ചോദ്യം ചെയ്യപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി സിൻഡ്രല്ല ആൻറ്റി എവിടേക്കോ പോയതുകൊണ്ടാണ് താൻ ഹോസ്റ്റലിൽ താമസിക്കാനെത്തിയതെന്ന് അമ്മു പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. ബാലുവിൻ്റെ വീട്ടിൽ നിന്ന് കാറിൽ മടങ്ങിയ സിൻഡ്രല്ല പഴയ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിരുന്നില്ലെന്നും വ്യക്തമായി. അവൾ എവിടേക്കാണ് പോയതെന്നും എവിടെയുണ്ടെന്നും ഒരന്വേഷണത്തിനും കണ്ടെത്താനായില്ല. സംഭവം പറഞ്ഞ് ഏറെ വ്യാകുലപ്പെട്ടത് ഉമ്മയായിരുന്നു. സിൻഡ്രല്ല എന്തിനാണ് ബാലുവിൻ്റെ വീട് വിട്ടു പോയതെന്ന് അവൾക്കറിയാമായിരുന്നു. പോലീസ് അന്വേഷണ സമയത്ത് ആ സത്യം വെളിപ്പെടുത്തി മക്കളെ കുറ്റക്കാരാക്കാഞ്ഞതിൽ ഉമയ്ക്ക് തൻ്റെ ഭർത്താവിനോട് നിറഞ്ഞ നന്ദി തോന്നി. സിൻഡ്രല്ല ഹയർ സ്റ്റഡീസിന് സ്റ്റേഴ്സിൽ പോയി എന്ന ഒറ്റ മറുപടിയിൽ തന്നെ അയാൾ ഉറച്ചു നിന്നു.
അവളുടെ യാത്രാ രേഖകളൊന്നും കണ്ടെത്താനായില്ലെങ്കിലും സിൻഡ്രല്ല ആത്മഹത്യ ചെയ്തെന്നോ കൊല്ലപ്പെട്ടെന്നോ വിശ്വസിക്കാൻ ബാലു തയ്യാറല്ലായിരുന്നു. അപൂർവ നന്മയുള്ള ഒരു സ്ത്രീയാണ് സിൻഡ്രല്ല. അവൾ എൻ്റെ ഒരു സുഹൃത്ത് മാത്രമായിരുന്നു. ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടുന്ന കാര്യം എവിടെ നിന്നെങ്കിലും അറിഞ്ഞാൽ തീർച്ചയായും എൻ്റെ രക്ഷയ്ക്കായി സിൻഡ്രല്ല ഇവിടെ പാഞ്ഞെത്തും. അത് ഒരു ഡയലോഗ് മാത്രമായി പോലീസും കേൾവിക്കാരും അവഗണിച്ചു. എങ്കിലും അയാളെ കുറ്റക്കാരനായി കസ്റ്റഡിയിലെടുക്കുവാൻ പോകുന്ന യാതൊരു തെളിവും നിയമത്തിന് ലഭിച്ചില്ല. എന്ന് മാത്രമല്ല, സിൻഡ്രല്ല മരിച്ചുവെന്ന് തെളിയിക്കാനും പോലീസിന് കഴിഞ്ഞില്ല. കരുണ ഹോസ്പിറ്റലിൽ തുടർന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും റിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് ബാലു ചിന്തിച്ചില്ല. അപ്പോഴാണ് ഹോസ്പിറ്റൽ ഉടമ ഇങ്ങോട്ട് അറിയിച്ചത്. സിൻഡ്രല്ല എപ്പിസോഡറെ ഡോക്ടർ ബാലഗോപാലിനെ പേഷ്യൻസ് പോലും കൈവെടിഞ്ഞുവെന്ന ഇവിടെ വാർത്ത. പേഷ്യൻസ് ഇല്ലാത്ത ഒരു ഡോക്ടറെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിന് എന്താണ് ഒരു പ്രയോജനം? ഞാൻ റിസൈൻ ചെയ്യണമെന്നാണോ സാർ പറയുന്നത്? എന്തിനാ ഡോക്ടർ ബാലഗോപാൽ എന്നെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്? സോറി സാർ, അയാൾ മുഖം കുനിച്ചു. ഞാൻ റെഡിയാണ്. ഒരു പേപ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള താമസമേ ഉള്ളൂ. 10 മിനിറ്റിനുള്ളിൽ ബാലു റെസിഗ്നേഷൻ ലെറ്റർ സമർപ്പിച്ചു. അതറിഞ്ഞ് ഡോക്ടർ വിനു തോമസ് കുറ്റപ്പെടുത്തി. വേണ്ടിയിരുന്നില്ല, എന്നോട് ആവശ്യപ്പെട്ടതാണ് വിനു. ബാലു അനുസരിക്കരുതായിരുന്നു. നിങ്ങൾക്കൊപ്പം ഞങ്ങളൊരു ന്യൂനപക്ഷമെങ്കിലുമുണ്ട്. ഈ സംഭവം ഇങ്ങനെ ആളിപ്പടരാൻ ബാലുവിനോട് വിരോധമുള്ള ആരൊക്കെയോ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ശത്രുക്കളില്ല വിനു. ആത്മവിശ്വാസം വേണ്ട. വിനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ നിത വിനു പരിഹസിച്ചു. വേർപിരിഞ്ഞു പോയ ഭാര്യയുടെ വിരോധമൊന്നും ഡോക്ടർ ബാലഗോപാൽ പരിഗണിക്കുന്നില്ലേ? 2 മക്കളുടെ അച്ഛനായ ഭർത്താവ് ഭാര്യയിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു സ്ത്രീയെ കൂടെ പാർപ്പിച്ചാൽ ഏത് പെണ്ണ് സഹിക്കും? ഡോക്ടർമാരും മനുഷ്യരാണ്. നിത, വിനു താക്കീത് ഭാര്യയെ നോക്കി. ഈ ഹോസ്പിറ്റലിലെ വിരോധികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ഹോസ്പിറ്റലിൽ മാത്രമേ ഡോക്ടർ ബാലുവിന് വിരോധികളുണ്ടാവൂ എന്നുണ്ടോ? തർക്കം വേണ്ട. ബാലു ഇടയിൽ കയറി. എന്നെ വിരോധിക്കുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല. അയാൾ നടന്നുപോയി. നിതയുടെ ക്ലോസ് ഫ്രണ്ടാ ഡോക്ടർ ഉമ. എന്നിട്ടും ഉമയും ബാലുവിനെയും എന്നേക്കുമായി അകറ്റണമെന്നാണോ തൻ്റെ ആഗ്രഹം? എനിക്കങ്ങനെ ഒരാഗ്രഹവുമില്ല. അത്ര ക്ലോസ് ഫ്രണ്ടൊന്നും അല്ലെങ്കിലും ഉമ്മയുടെ മനസ്സെനിക്ക് നന്നായി അറിയാം. ബാലുവുമായി ഒരുമിച്ച് ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നതേയില്ല. ആ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിന് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. ഈ സിൻഡ്രല്ലയേക്കാൾ എത്രയോ സുന്ദരിയാണ് ഉമ. 13ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളുടെ അമ്മയാണെന്ന് കാഴ്ചയിൽ തോന്നുമോ? എനിവേ, ഈ സിൻഡ്രല്ലയുടെ അന്ത്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആണുങ്ങളെ വേട്ടയാടി നടന്നവൾ ഒടുവിൽ ഏതോ വേട്ടക്കാരൻ്റെ കയ്യാൽ തന്നെ ഒടുങ്ങിയല്ലോ. ക്വൈറ്റ് നാച്ചുറൽ. കൊന്നു നൂല് ബന്ധമില്ലാതെ ചതുപ്പിൽ തള്ളണമെങ്കിൽ എത്ര പകയുണ്ടായിരുന്നിരിക്കണം. ഹോസ്പിറ്റലായിരുന്നതിനാൽ വിനു കടിച്ചു പിടിച്ച് ക്ഷമിച്ചു. സ്ത്രീകളുമായുള്ള ഭർത്താവിൻ്റെ ഒരു സൗഹൃദവും സഹിക്കാൻ കഴിയാതിരുന്ന നിത ഉള്ളിൽ തികട്ടി വന്നതെല്ലാം ഛർദ്ദിച്ചു കഴിഞ്ഞിട്ടേ വായടച്ചുള്ളൂ. കരുണയിൽ നിന്ന് റിസൈൻ ചെയ്തിരുന്നതിനാൽ അന്ന് തന്നെ ബാലു ഹോസ്പിറ്റലിൽ പോയി മകളെ കൂട്ടിക്കൊണ്ടുവന്നു. ചെറിയൊരു ഇടവേളയുടെ അകൽച്ച കൊണ്ട് അമ്മു അച്ഛനിൽ നിന്ന് ഒരുപാട് അകന്നുപോലെ അയാൾക്ക് തോന്നി. 7ാം പിറന്നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മകളുടെ ഉറക്കം മറ്റൊരു കിടപ്പറയിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നു ബാലു. തനിച്ചു കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് അന്ന് അവൾ കരഞ്ഞു. സിൻഡ്രല്ല വന്നതോടെ ഉറക്കം ആൻറ്റിയുടെ മുറിയിലാക്കി. എന്നാൽ പെട്ടെന്നൊരു ദിവസം അമ്മു വീണ്ടും അച്ഛൻ്റെ കിടക്കറയിലേക്ക് മടങ്ങി വന്നു. ആ പതിവ് പ്രകാരം സ്വന്തം മുറിയിൽ തന്നെ അയാൾ മകൾക്കുള്ള കിടക്ക കൂടി വിരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു മുറി വേണം അച്ഛാ. തനിച്ചു കിടക്കാൻ പേടിയില്ലേ മോൾക്ക്? ഇല്ല. ഹോസ്റ്റലിൽ എനിക്ക് 2 റൂംമേറ്റ്സ് ഉണ്ടെങ്കിലും അവരെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ സെപ്പറേറ്റ് റൂംസിലാണ് ഉറങ്ങുന്നത്. ഗുഡ്. അങ്ങനെ സെൽഫ് റിയലൻ്റ് ആവണം കുട്ടികൾ. അങ്ങനെ അഭിനന്ദിച്ചെങ്കിലും അമ്മു മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ ബാലുവിന് വ്യസനമായി. സ്കൂളിലെയും ഹോസ്റ്റലിലെയും വിശേഷങ്ങളൊന്നും അവൾ പറഞ്ഞില്ല. പഴയ കുസൃതിയും പുഞ്ഞാരവും പിണക്കവും ഒക്കെ അവസാനിച്ചിരിക്കുന്നു. ഇത്തിരി ദിവസങ്ങൾ കൊണ്ട് ഒരു മുതിർന്ന കുട്ടിയായതുപോലെ. മകളെ തനിച്ചാക്കി കിടക്കരയുടെ വാതിൽ ബന്ധിക്കാൻ അയാൾക്ക് വിഷമമായി. രാത്രി പേടി സ്വപ്നം കണ്ട് കരയുന്ന ശീലമുണ്ട് അമ്മുവിന്. വാതിലടച്ചാൽ മോളുടെ കരച്ചിൽ തൻ്റെ കാതിലെത്തില്ല. ഒടുവിൽ അമ്മു ഉറങ്ങുന്ന മുറിയുടെ വാതിൽക്കൽ ഒരു കെയിൻ ചെയർ കൊണ്ടുവന്നിട്ട് ചാരിക്കിടന്നു. അപ്പോഴാണ് ഷെർവാനിയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ശബ്ദിച്ചത്. തന്നെ പ്രതിയാക്കിക്കൊണ്ടുള്ള പത്രവാർത്തകൾ കണ്ട് എവിടെ നിന്നെങ്കിലും സിൻഡ്രല്ല വിളിക്കുകയാവുമെന്ന ആശങ്കയിലാണ് തിടുക്കത്തിൽ അയാൾ ഫോണെടുത്തത്. അല്ലാതെ രാത്രി വൈകി കോൾ വരുന്ന പതിവില്ല. പക്ഷേ മൊബൈലിൽ തെളിഞ്ഞ നമ്പർ കണ്ട് ബാലുവിന് വിശ്വസിക്കാനായില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പഴയ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഉമയുടെ കാൾ. 3 നമ്പറുകളും ഒരുപോലെ സേവ് ചെയ്തിട്ടുണ്ട്. മനസ്സിൽ നിന്ന് ആ മുഖവും ഫോണിൽ നിന്ന് ആ നമ്പറുകളും ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. വൈഫ് കാളിംഗ് എന്നാണ് എഴുതി കാണിക്കുന്നത്. എടുക്കണോ വേണ്ടയോ എന്ന് അയാൾ ആലോചിച്ചു. പകൽക്കരുണയിൽ വെച്ച് ഡോക്ടർ നിത വിനു പറഞ്ഞത് ഓർമ്മയിലെത്തി. ഒപ്പം മറ്റു പലതും. ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധിച്ച് റിസൈൻ ചെയ്യിച്ചതറിഞ്ഞ് സഹതാപം അറിയിക്കാൻ വിളിക്കുന്നതാണോ? അതോ എന്തെങ്കിലും സഹായ വാഗ്ദാനവുമായാണോ? അതുമല്ലെങ്കിൽ പരിഹസിച്ചു കൂടായികയുമില്ല.
ഒരുമിച്ച് താമസിച്ച വീട്ടിൽ നിന്ന് നിഷ്കരുണം ഇറക്കിവിട്ടവളാണ് തൻ്റെ ഭാര്യ. ആത്മഹത്യാശ്രമം പരാജയപ്പെട്ട് ഹോസ്പിറ്റൽ കിടക്കയിൽ കഴിയുമ്പോൾ കാണാൻ ചെന്ന ഭർത്താവിനോട് അല്പം പോലും സൗമനസ്യം കാട്ടാത്തവളാണ്. സ്വന്തം തെറ്റിന് സ്വയം ശിക്ഷിക്കുന്നതായി പറഞ്ഞ് കുടുംബ സുഹൃത്തുക്കളെ വായ മൂടിയവളാണ്. കൂടെ താമസിച്ചവളെ കൊന്നുകളഞ്ഞെന്ന് പഴിക്കാനും ചിലപ്പോൾ മരിച്ചെന്ന് വരില്ല. വേണ്ട, പറയാനുള്ളത് എന്തായാലും തനിക്ക് അത് കേൾക്കണ്ട. 3 തവണ മുഴുവനായി ഫോൺ റിങ് ചെയ്ത് അവസാനിച്ചിട്ടും വെറുതെ കണ്ണുനട്ട് ഇരുന്നതല്ലാതെ ബാലു കാൾ ബട്ടൺ പ്രസ് ചെയ്തില്ല. രാവിലെ അമ്മുവിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. ഗുഡ് സമരിത്ത ഹോസ്പിറ്റലിലെ നമ്പറായിരുന്നു. ഉമ അവിടെയുള്ളതുകൊണ്ട് അയാൾ ഫോൺ മകളെ ഏൽപ്പിച്ചു. ആരാണെന്നോ ചോദിക്കേ. അമ്മയാണെങ്കിലോ അച്ഛാ. അച്ഛനിവിടെ ഇല്ലെന്ന് പറയണം. അമ്മുവിൻ്റെ ചുണ്ടുകൾ അനിഷ്ടത്തിൽ കൂർത്തു. അച്ഛൻ പറഞ്ഞത് മോൾ അനുസരിച്ചാൽ മതി. അതോടെ അമ്മു കോൾ എടുത്തു. ഹലോ, ഇത് ഡോക്ടർ ബാലഗോപാലിൻ്റെ നമ്പറല്ലേ? ഒരു പുരുഷ സ്വരം. അതെ. ആരാ സംസാരിക്കുന്നത്? അച്ഛൻ്റെ മകളാ. അമ്മു ആണോ? സ്വരത്തിൽ കുസൃതി കലർന്നു. അതെ. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ആരാണെന്ന് ചോദിക്കൂ എന്ന് ബാലു ആംഗ്യം കാട്ടി. ആരാ സംസാരിക്കുന്നേ? ഞാൻ ഗുഡ് സമരിറ്റ ഹോസ്പിറ്റലിലെ ഫാദർ ബോവസാ. ഡോക്ടറില്ലേ മോളെ അവിടെ? ബോവസ് അച്ഛനാന്ന് പറഞ്ഞാൽ മതി. ബോവസ് അച്ഛനാ? അമ്മു ശബ്ദം താഴ്ത്തി അച്ഛനെ അറിയിച്ചു. അത് കേട്ട ബോവസ് അച്ഛൻ കുസൃതിയിൽ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ അടുത്തുണ്ടായാലൊന്ന് കൊടുക്കുമോളെ. കുട്ടി ഫോൺ നീട്ടി. അത് വാങ്ങി ബാലു അറിയിച്ചു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ബാലു. താങ്കൾ കരുണയിൽ നിന്ന് റിസൈൻ ചെയ്തെന്ന് കേട്ടോ? ശരിയാണ് ഫാദർ, ഇന്നലെ ഞാൻ പിരിഞ്ഞു. അത് അറിഞ്ഞയുടൻ വിളിക്കുകയാണ് ഞാൻ. ഡോക്ടറുടെ സേവനം ഇപ്പോഴും ഗുഡ് സമരിറ്റിക്ക് ആവശ്യമുണ്ട്. ഇവിടെ വരുന്ന പഴയ പേഷ്യൻസിൽ പലരും ഇപ്പോഴും ഡോക്ടർ ബാലഗോപാലിനെ തിരക്കാറുണ്ട്. താങ്കളുടെ വ്യക്തിജീവിതം ഞങ്ങളെ ബാധിക്കുന്നതല്ല. താങ്കളുടെ ഡോക്ടറെയാണ് സമരിറ്റിക്ക് ആവശ്യം. ഒരു നിമിഷാർദ്ധമേ അയാൾ ആലോചിച്ചുള്ളൂ. ഉമ അറിയാതെയാവാം ഫാദർ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഫാദറിൻ്റെ ഇംഗിതം അറിഞ്ഞ് സമരിറ്റിയിൽ ജോയിൻ ചെയ്യരുത് എന്ന് അപേക്ഷിക്കാനാവാം ഇന്നലെ അവൾ വിളിച്ചത്. ബാലു ഇനി ആരെയും ശല്യം ചെയ്യില്ല. സോറി ഫാദർ, ഞാൻ ഇന്നലെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഇന്നു മുതൽ പോയി തുടങ്ങും. എവിടെയെന്ന് ഫാദർ ചോദിച്ചാലോ എന്ന പരിഭ്രമം ഉണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ ബോവസ് അച്ഛൻ മനഃപൂർവ്വം ആ ചോദ്യം ഒഴിവാക്കി. ഞാനും സോറി പറയുന്നു, താങ്കളെ കിട്ടില്ലെന്നറിഞ്ഞ്. സത്യത്തിൽ താങ്കൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഡോക്ടർ ഉമാദേ മഹേശ്വരിയാണ്. ഇനിയും എപ്പോഴെങ്കിലും ഡോക്ടർ ബാലഗോപാലിന് തിരിച്ചു വരാൻ ഒരു സന്ദർഭമുണ്ടായാൽ സമരിറ്റയുടെ വാതിൽ തുറന്ന പടി തന്നെ ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഫാദറോട് റെക്കമെൻഡ് ചെയ്തത് ഉമ മഹേശ്വരിയാണെന്ന് കേട്ട് ബാലു അല്ലാതെയായി. ഫോണുമായി അയാൾ തിരിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, അച്ഛൻ ഇന്നു മുതൽ ഏത് ഹോസ്പിറ്റലാച്ചാ പോയി തുടങ്ങുക? അച്ഛനിനി ഹോസ്പിറ്റലൊന്നും പോകണില്ലമ്മോ. ഈ വീട്ടിൽ വെച്ച് രോഗികളെ ചികിത്സിക്കും. ഉള്ള വരുമാനം മതി. എൻ്റെ അമ്മുവിനെ ഹോസ്റ്റലിലൊന്നും ആക്കണ്ടല്ലോ. ചികിത്സയ്ക്കൊപ്പം നിൻ്റെ കാര്യങ്ങളും അച്ഛനും നോക്കാമല്ലോ. എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നതാ അച്ഛൻ ഇഷ്ടം. അവിടെ കൂട്ടുകാരും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. സന്ധ്യയ്ക്ക് ഞങ്ങൾ 1 മണിക്കൂർ പാട്ടൊക്കെ പാടും. ട്യൂഷനൊന്നും വേണ്ട. ചേച്ചിമാർ പഠിപ്പിച്ചു തരും. ടീച്ചേഴ്സും സഹായിക്കും. ഈ വീട്ടിലേക്കാൾ സുഖം ഹോസ്റ്റലിൽ. ബാലുവിൻ്റെ മുഖം മങ്ങി. അവളത് ശ്രദ്ധിച്ചില്ല. അച്ഛൻ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടാൽ മതി. ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ മിസ് ചെയ്യും. എന്നെ ഹോസ്റ്റലാക്കിയിട്ട് അച്ഛന് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യാലോ. അയാൾ ആലോചിച്ചു. അമ്മുവിൻ്റെ സുഖവും സന്തോഷവുമാണ് എല്ലാറ്റിലും വലുത്. വീട്ടിലെ ഏകാന്തത അവളെ മുഷിപ്പിക്കുന്നുണ്ടാവാം. ഭാഗ്യത്തിന് ഉച്ചയായപ്പോൾ കെയർവെൽ ഹോസ്പിറ്റലിൽ നിന്ന് കൂടി ക്ഷണം വന്നു. സാലറിയെക്കുറിച്ച് പോലും ആരായതെ ബാലു സമ്മതിച്ചു. അന്ന് തന്നെ അയാൾ അമ്മുവിനെ ഹോസ്റ്റലിൽ എത്തിച്ചു. അച്ഛൻ മടങ്ങുമ്പോൾ സന്തോഷത്തോടെ അവൾ കൈവീശി. ഹോസ്റ്റലിൽ നിന്ന് ഒരു പുതിയ അന്തേവാസി കൂടി എത്തി. അമ്മുവിൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്ത പുതിയ അധ്യാപികയായിരുന്നു സ്വാതി മേനോൻ. ഒരു യുവകഥാകാരിയും ഫ്രീലാൻസ് ജേർണലിസ്റ്റും സ്വതന്ത്ര ചിന്തകയുമൊക്കെയായിരുന്നു അവൾ. ഒറ്റ കാഴ്ചയിലെ അമ്മുവിനെ സ്വാതിക്ക് ഇഷ്ടമായി. എന്താ മോളുട്ടിയുടെ പേര്? ഭാവയാമി. ആഹാ, ഭാവയാമി രഘുരാമം എന്ന കീർത്തനമാ എൻ്റെ ഓർമ്മയിൽ. മോളെന്താ ഈ ചെറുപ്രായത്തിൽ ഹോസ്റ്റലിലേക്ക് പോകുന്നത്? പേരൻസ് വിദേശത്താണോ? അമ്മുവിന് ഉത്തരം മുട്ടിയപ്പോൾ മിസ്സിരി കഥകളെല്ലാം വിശദീകരിച്ചു. സ്വാതിയുടെ മുഖം ഇരുണ്ടു. ഞാൻ വായിച്ചതാണ് ആ ഡോക്ടറെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് എന്ത് സംഭവിച്ചാലും വരികൾക്കിടയിലൂടെ ഞാൻ വായിച്ചത് ആ ഡോക്ടർ ഒരു ആട്ടിൻതോലിട്ട ചെന്നായാണെന്നാണ്. അമ്മുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞു. ചുണ്ടുകൾ വിറച്ചു. മോള് വിഷമിക്കണ്ട, സ്വാതി പറഞ്ഞു. മോളിന് അമ്മയുണ്ടല്ലോ. ബാവമോളെ ഞാൻ അമ്മയുടെ അടുത്തെത്തിക്കാം. പെറ്റമ്മമാരിൽ നിന്ന് നിയമത്തിൻ്റെ കള്ളപ്പഴുതുകളിലൂടെ മക്കളെ തട്ടിപ്പറിക്കുന്ന അച്ഛന്മാർക്കെതിരെ ഞാനൊരു ഫീച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രശസ്തരും പ്രതിഭകളുമായ സിനിമാ നായികമാർ പോലും ഈ ദുര്യോഗത്തിന് ഇരകളാകുന്നു. വിട്ടുകൊടുക്കില്ല ഞാൻ. അമ്മുവിനെ ചേർത്ത് പിടിച്ചു അവൾ. എൻ്റെ അച്ഛൻ പാവമാ. അമ്മുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി. കവളിൽ നീർച്ചാലുകൾ തെളിഞ്ഞു. അയ്യേ. സ്വാതി ആ നനഞ്ഞ മുഖത്ത് ചുണ്ടമർത്തി. മോളാ പാവം. മോൾക്കൊന്നും അറിയില്ല. ഈ ലോകത്തിൻ്റെ കാപട്യങ്ങളൊന്നും അറിയില്ല. ഭാവിക്ക് 8 വയസ്സായില്ലേ. ഇനിയെങ്കിലും മോള് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കണം. പത്രങ്ങളൊക്കെ വായിക്കണം.
എന്ത് അതിക്രമങ്ങളൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചെറിയ കുട്ടികളെ പോലും ദുഷ്ടന്മാർ വെറുതെ വിടുന്നില്ല. അപ്പം നമ്മളെന്താ വേണ്ടത്? ശരിക്കും കെയർഫുള്ളായിരിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ശരിയാ അത്. മെസ്സിലെ ജോലിക്കാരി കൈ കവിളിൽ കൈ തലാൻ ചേർത്തു. പത്രം തുറന്നു നോക്കി കാണാൻ എനിക്കിപ്പോൾ പേടിയാ. എന്തൊക്കെ ദുഷ്ടതരങ്ങളാ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നത്. മോള് പറഞ്ഞല്ലോ മോളുടെ അച്ഛൻ പാവമാണെന്ന്. സ്വാതി അമ്മുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മോളുടെ അച്ഛനെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തകൾ വായിച്ചപ്പോൾ ഡോക്ടർ ബാലഗോപാൽ ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയില്ല. മോളുടെ അമ്മയിൽ നിന്ന് മോളെ തട്ടിപ്പറിച്ച് സ്വന്തം കസ്റ്റഡിയിൽ കൊണ്ടുവന്നു വളർത്തിയ ആ അച്ഛൻ ഒരു ക്രൂരനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അച്ഛൻ അമ്മയെയല്ല, അമ്മ അച്ഛനെയാണ് ഉപേക്ഷിച്ചതെന്ന് പറയണമെന്നുണ്ടായിരുന്നു അമ്മുവിന്. അങ്ങനെ പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ചീത്തപ്പേരാകുമോ എന്ന ഭയം കൊണ്ടാണ് അവൾ മടിച്ചത്. പെട്ടെന്ന് വഴക്കടിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമെങ്കിലും അമ്മയും സ്നേഹമുള്ളവളാണെന്ന് അമ്മുവിനറിയാമായിരുന്നു. സ്നേഹം മനസ്സിലാകുന്ന പ്രായമായപ്പോഴേക്കും ആ സാമീപ്യം നഷ്ടമായി. എങ്കിലും അച്ഛനും അമ്മയുമായി ഒരുമിച്ച് കഴിയാൻ ഇപ്പോഴും മനസ്സ് നിറയെ കൊതിയുണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് ബാവമോളെന്താ നിശബ്ദയായത്? അച്ഛൻ ക്രൂരനല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഭാവയാമ്മയ്ക്ക് കഴിയണേയില്ലല്ലോ. ഇങ്ങനെ കിള്ളിച്ച് ചെയ്യേണ്ട മിസ്സേ. കൈകൈക്ക് കുട്ടിയോട് സഹതാപമുണ്ടായി. ഇത്തിരി പോന്ന കുഞ്ഞല്ലേ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് കേട്ടിട്ടില്ലേ? എത്രയൊക്കെ ആയാലും സ്വന്തം അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തി പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സഹിക്കുകയില്ല. അല്ലെങ്കിൽ അതുപോലെ തലേ കല്ലുള്ള സന്തതികളായിരിക്കണം. കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി വളർത്തിയ കൊച്ചായിരിക്കും. കഷ്ടകാലത്തിന് തന്തയും തള്ളയും രണ്ടു വഴിക്ക് പോയതോടെ കുഞ്ഞുങ്ങൾ വഴിയാധാരമായി. എന്തോപ്പ് ചെയ്യാനാ ഓരോ തലയിലെടുത്ത്. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ കുടുംബത്തിലൊന്നും ഈ ഏർപ്പാട് അധികമില്ല കേട്ടോ. തല്ലും ഇടിയും തൊഴിയും കൊണ്ടാലും പെണ്ണുങ്ങൾ കെട്ടിയന്മാരുടെ കാൽച്ചൂട്ടി തന്നെ കിടന്നോളും. ഈ ഞാനൊക്കെ അങ്ങനെയല്ലോ. ഇട്ടെറിഞ്ഞു പോകുമായിരുന്നേ എന്നേ അതിൻ്റെ സമയം കഴിഞ്ഞു. കൈകൈ ചേച്ചിക്ക് ജോലിയല്ലേ? സ്വാതി കൈകൈയുടെ നേർക്ക് തിരിഞ്ഞു. സ്വന്തം വരുമാനമില്ലേ? പിന്നെന്തിനാ ഭർത്താവിൻ്റെ കാൽച്ചൂട്ടിൽ കിടക്കുന്നത്? എത്രയൊക്കെ ആയാലും ആണും പെണ്ണുമാ സ്വാതി മിസ്സേ. കൈക്കുരുത്തും ആൾ സ്വാധീനം ആണുങ്ങൾക്ക് അധികം. എൻ്റെ കെട്ടിയവനുമായി ഞാൻ കുറേ പൊരുതി നിന്നതാ. ഞാൻ കൊണ്ടുചെല്ലുന്ന തട്ടിപ്പറിച്ച് കള്ള് കുടിച്ചേച്ച് അയാൾ എന്നെ കൊച്ചുങ്ങളെ തൊഴിക്കും. ഒരിക്കൽ സൈക്കിട്ട് ഞാനും ഒന്ന് കൊടുത്തു. അന്നേരം അയൽക്കാരി പെണ്ണുങ്ങൾ വന്നു പറഞ്ഞു. എന്തുവാണെന്നറിയാമോ? എന്തൊക്കെയായാലും കെട്ടിയവനെ തിരിച്ചു തല്ലിയത് തെറ്റായി പോയി കേട്ടോ കൈകൈന്ന്. എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവരും കുറ്റപ്പെടുത്തിയത് എന്നെയാ. പെണ്ണായി പിറന്നാൽ ഭൂമിയോളം ക്ഷമിക്കണടി മോളെന്ന് ഉപദേശിച്ചിട്ടാ എൻ്റെ പെറ്റ തള്ള പോയത്. മിസ്സിനെ പോലെ പഠിപ്പും ഉദ്യോഗമുള്ള ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്ക് എന്തും പറയാം. ഇടത്തരത്തിലും താഴെയുള്ള ഞങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങൾക്ക് എന്നും നരകത്തിൽ കഴിയാനാ വിധി. വരുന്നതെല്ലാം വിധിയാണെന്ന് തീരുമാനിച്ചാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. സ്വാതി മുഖം കുടഞ്ഞു. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അച്ഛൻ ഒരു അഡ്വക്കേറ്റും. ഒറ്റ മോളെ ഞാൻ. കോളേജിൽ പെട്ടെന്ന് സമരം പൊട്ടിപ്പുറപ്പെട്ട ഒരു ഉച്ചയ്ക്ക് അമ്മ കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴാണ് വേലക്കാരിയുമായുള്ള അച്ഛൻ്റെ അവിഹിത ബന്ധം കാണുന്നത്. അന്ന് അമ്മ ആ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷേ കോടതിയിൽ ആ സംഭവം അമ്മയ്ക്ക് തെളിയിക്കാനായില്ല. അമ്മയെയായിരുന്നു എനിക്കിഷ്ടം. എന്നിട്ടും അമ്മ രണ്ടാം വിവാഹം ചെയ്താൽ രണ്ടാനച്ഛൻ എന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് കോടതിയിൽ അച്ഛൻ എന്നെ സ്വന്തമാക്കി. എന്നിട്ട് അമ്മ രണ്ടാം വിവാഹം ചെയ്തോ? ഇല്ല, അത് ചെയ്തത് അച്ഛനായിരുന്നു. രണ്ടാനമ്മയും അവരുടെ അമ്മയും ചേർന്ന് എന്നെ കണക്കറ്റ് ദ്രോഹിച്ചു. അയ്യോ കഷ്ടം. കൈകൈ മൂക്കിൽ വിരൽ ചേർത്തു. ആണുങ്ങളുടെ സ്വഭാവം എപ്പം തിരിയുമെന്ന് പറയാൻ പറ്റുകയില്ല മിസ്സേ. രണ്ടാനമ്മയും അവരുടെ അമ്മയും മാത്രമല്ല, അച്ഛന് ആ അബദ്ധത്തിൽ പിറന്ന എൻ്റെ അനുജത്തിയും എന്നെ ശത്രുവായ കണ്ടത്. അച്ഛനും അവരുടെ പക്ഷത്തായിരുന്നു. 18 വയസ്സ് തികഞ്ഞതും ഞാൻ ആ വീട് വിട്ടു. അമ്മ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസം. ഒറ്റത്തടിയായതുകൊണ്ട് അമ്മയുടെ സ്വത്തുക്കളെല്ലാം കൂടപ്പിറപ്പുകൾ ഭാഗിച്ചെടുത്തു. സപ്പർ കഴിക്കാൻ മെസ്സിലെ ഡൈനിങ് ഹാളിലെത്തിയ അധ്യാപകന്മാരും വാർഡർ ടീച്ചർമാരും കുറേ വിദ്യാർത്ഥികളും കേൾവിക്കാരായി ചുറ്റും കൂടി. 1 വർഷം മുമ്പ് റിട്ടയറായ അമ്മ ആ ഹോസ്റ്റലിൽ തന്നെ ഹാർട്ട് ഫെയിലിയറായി മരിച്ചു. ഫ്യൂണറിനുള്ളതെല്ലാം അമ്മയുടെ ബാങ്ക് ഡെപ്പോസിറ്റിലുണ്ടായിരുന്നു. എനിക്കായി ഒരു ചെറിയ തുകയും. സ്വാതിയുടെ കണ്ണുകൾ തുളുമ്പി. ചുരിദാറിൻ്റെ ദുപ്പട്ട കൊണ്ട് കണ്ണു തുറച്ച് അവൾ അമ്മുവിനെ നോക്കി. ഈ ബാവക്കുട്ടിയിൽ ഞാൻ കാണുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥയായി പോയ കുട്ടി. അതോടെ അമ്മ വിങ്ങി പൊട്ടിക്കരഞ്ഞു. എങ്കിലും സ്വാതി ചേർത്ത് പിടിച്ചപ്പോൾ അവൾ ആ കൈ തട്ടി അകറ്റി. സ്വാതിക്ക് അതൊരു പ്രതിഷേധമായി തോന്നിയില്ല. അവൾ കുട്ടിയെ ഒന്നുകൂടി വാരിപ്പുണർന്നു. കഥ തുടരും.